നേര്യമംഗലം പാലം ദക്ഷിണേന്ത്യയിലെ പ്രഥമ ആർച്ച് പാലമാണ്. കേരളത്തിലെ എറണാകുളം, ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പെരിയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന നേര്യമംഗലം പാലം ഏഷ്യയിലെ ആദ്യത്തെ ക്ലാസ് എ ആർച്ച് പാലമാണിത്. ആകെ നീളം 214 മീറ്റർ, വീതി 4.9 മീറ്റർ. കൊച്ചിയിൽ നിന്നും തട്ടേക്കാട്, പൂയംകുട്ടി, മാങ്കുളം വഴിയായിരുന്നു മൂന്നാറിലേക്കുള്ള ആദ്യ പാത. ഹൈവേയിൽ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങളടക്കം എല്ലാ വ്യാപാര വ്യവഹാരങ്ങളും കൊച്ചിയിലേക്ക് എത്തിച്ചിരുന്നത് സുഗമമായ ഈ പാതയിലൂടെയായിരുന്നു. എന്നാൽ 1924 പ്രകൃതിക്ഷോഭത്തിൽ രാജപാതയിലെ കരിന്തിരി മല ഇടിഞ്ഞ് നാമാവശേഷമായി. പൂയംകുട്ടി മുതൽ മാങ്കുളം വരെയുള്ള പാത വെള്ളപ്പൊക്കത്തിൽ തകർന്നടിഞ്ഞു. അങ്ങനെ കൊച്ചിയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ഇല്ലാതായി. തുടർന്ന് ആലുവ മുതൽ മൂന്നാർ വരെ പുതിയ പാതയും പെരിയാറിന് കുറുകെ പാലവും നിർമ്മിക്കാൻ മഹാറാണി സേതു ലക്ഷ്മിഭായി ഉത്തരവിട്ടു. സമീപവാസികളുടെ കൂടെ സഹകരണത്തോടെ 10 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി 1935 മാർച്ച് 2 ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. സേതു ലക്ഷ്മിഭായിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ചരിത്ര സ്മാരകത്തിന് ഇന്ന് 90 വയസ്സ്. മഴക്കാലത്ത് പെരിയാറിലെ ശക്തമായ നീരൊഴുക്ക് പരിഗണിച്ച് കമാന ആകൃതിയിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ശർക്കരയും കുമ്മായവും ചേർന്ന മിശ്രിതമായ സുർക്കിയും ഗ്രാനൈറ്റും കൊണ്ടാണ് നിർമ്മാണം. ഉദ്ഘാടനത്തിന് ശേഷം നേര്യമംഗലം പാലം 1961 2018 ഉണ്ടായ മഹാപ്രളയങ്ങളെ അതിജീവിച്ചു.